അസീസും റഹീമുമായ അള്ളാഹു കടത്തിയ ഗ്രന്ഥായിട്ടിക്കറി ഈ പരിശുദ്ധമായ ഗ്രന്ഥ. അസീസ് ചൊന്നുണ്ടായെങ്കിൽ അതിലെ ಅರ್ಥ ನಾನು ಚೊന്നിಟ್ಟಿದ್ದೆ. തൻസീൽ അസീസ് റഹീം, അസീസും റഹീമുമായ അള്ളാഹു കടത്തിയ ഗ്രന്ഥായിട്ടിക്കറി പരിശുദ്ധമായ ഖുർആൻ ചൊന്നുണ്ടായെങ്കിൽ, അതായിട്ടിക്കറി അസീസ് ചൊന്നുണ്ടായെങ്കിൽ ഖുർആൻ വേറൊരു ജാഗയിൽ അള്ളാഹു ചൊല്ല ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. സൂറത്തുൽ ബുറൂജ് ആയത്ത് നമ്പർ 12 അള്ളാഹു ചൊല്ലെ അള്ളാഹു താലയുടെ ശിക്ഷ ചൊന്നുണ്ടായെങ്കിൽ അത് ഭയങ്കര കഠോരമായ ശിക്ഷയായിട്ടിക്കറും. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അള്ളാഹുടെ ശിക്ഷ അത് കഠോരമായ ശിക്ഷയായിട്ടിക്കറും. ദുനിയാവിലും അള്ളാഹു താല ഒരു മനുഷ്യ എത്ര തപ്പാക്കിണ്ടായെങ്കിലും അള്ളാഹു താല ഇങ്ങനെ ലൂസ് വിട്ട് തരുക ആയെങ്കിൽ ആഖിറത്തിൽ പടച്ചിറപ്പോണ്ട് കുടലാ ചെന്നിട്ടായിട്ടിക്കറും. ഖുർആന്റെ സൂറത്തുൽ മാഇദ ആയത്ത് നമ്പർ 42 അള്ളാഹു ചൊല്ല വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. ഒരു റൗഡിമാറും ആക്കിടത് എന്തും അള്ളാഹു കാണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വലാ തഹ്സബന്നല്ലാഹ ഗാഫില, അള്ളാഹു അശ്രദ്ധയായിട്ട് പോയാ ചെന്നിട്ടു ഒരാളും വിചാരിക്കണ്ട. ആരാക്കിടത്? അമ്മാ യഅമലുൽ ളാലിമൂൻ, റൗഡിമാറായ ആൽമാർ അല്ലെങ്കിൽ അക്രമിയായ ആൽമാർ. ഈ ആക്കിടതെല്ലാം പടച്ചുറപ്പ് ഇങ്ങനെ നോക്കിയിട്ട് മുണ്ടതേക്കിരെ ചെന്നിട്ടു ആരും വിചാരിച്ചു പോവാണ്ട ചെന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലി ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അല്ലാഹു തആല എല്ലാം വെച്ചിരെ കുറനാളുണ്ട്, കൽബും കണ്ണും ഇങ്ങനെ പെടക്കര പറഞ്ഞാളുണ്ട്. അള്ളാഹുടെ അദാബ് കാണുമ്പത്തു ആ ഒരു കാണുമ്പത്തുകായിട്ടിക്കര് എല്ലാ ആൾമാരെയും പടച്ചുറപ്പ് ഭഗവാട്ടറാ ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ഞങ്ങളിട്ട് പഠിപ്പാടിത്ത്. എന്നിട്ട് അള്ളാഹു ചൊല്ലേ വഉംലി ലഹും ഇന്ന കൈദി മതീൻ. എത്ര വലിയ അക്രമിയായെങ്കിലും നാന് ചിലപ്പോ ദുനിയാവിൽ അവനക്കെന്തും കൊടുക്കല. എത്ര വലിയ റൗഡിയായെങ്കിലും ദുനിയാവിലും നാനുണ്ട് ഇങ്ങനെ ലൂസ് വിട്ടുവിടുക. എത്ര വലിയ നിസ്കാരം ഇല്ലാത്തവനായെങ്കിലും സമ അവനക്ക് നാൻ എന്താക്കുക, ലൂസ് ഇങ്ങനെ കൊടുക്കുക. ഈ ലൂസ് കൊടുത്ത കാരണത്തിൽ അവനെന്തും ചെമ്മ പാറ വേണ്ട. ഖുർആൻ ചൊല്ലാനായിട്ടിക്കർ അവനെന്തും ചെമ്മ പാറണ്ട. പിന്നെ ഈ ലൂസ് വിടുന്നതിലേക്ക് ഒന്നുണ്ട. ഈ മീൻ പിടിക്കുമ്പോഴത്തേക്കു ഗാലിട്ട പോലത്തെ വിഷയമായിട്ടിക്കരുത്. മീൻ പിടിക്കുമ്പോഴത്തേക്കു ഗാലത്തേക്ക് നക്കുല അല്ലണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചെറുക്ക് പോലത്തെ മീനിന്റെ എന്താ കടയ്ക്ക് കോക്കൂട. അങ്ങനെ ഈ ഗാലിട്ട സ്ഥലത്തേക്ക് ആ മീന് വന്നിട്ട് കൊത്തുറു, തണ്ണീടുക വന്നിട്ട് വേറെ മീനുക ഇങ്ങനെ കൊത്തുറു. കൊത്തിട്ടാകുമ്പോഴത്തേക്ക ഈ ഗാലിട്ടവൺ എന്താ കട പിന്നെയും ലൂസ് വിട്ടുക. അതിക്ക് തിന്നിട്ട് ചെന്നിട്ടല്ല വിട്ടേ, തിന്നിട്ട് ചെന്നിട്ടല്ല റപ്പർ ബലി ബലിക്കൊന്ന് കയറ്റിക്കരു. ഇതേപോലെ ആയിട്ടിക്കർ ഖുർആൻ ചൊല്ല് ഉംലി ലഹും ഇന്ന കൈദി മതീൻ. നാണ് ആൽമാർ തപ്പാക്കി എനിക്ക് നാണെന്താക്കുക ഇങ്ങനെ ലൂസ് വിട്ട് കൊടുക്കുക. നാണ് ഒർക്കല എന്താക്കല അവനക്കെന്തും കൊടുക്കല. പിന്നെ കൊടുത്തിണ്ടെങ്കിൽ റപ്പർ കൊടുക്കലായിട്ടിക്ക് നാ കൊടുക്കുരേ ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ മുന്നൊരു എച്ചരിക്കതുണ്ട്. അതായിട്ടിക്കര് അസീസായ അള്ളാഹു അവൻ പ്രതാപശാലിയായിട്ടിക്കര എങ്ങനത്തെയും ശിക്ഷിക്കൊണ്ടു പടച്ചിറപ്പുക്ക് സാധ്യമുണ്ടോ ചെന്നിട്ടായിട്ടിക്കര് അള്ളാഹു ഞങ്ങളിൽ ചൊല്ല്. എന്നിട്ട് അങ്ങനെ ചൊന്ന റബ്ബ് ഞങ്ങളിട്ട് ചൊല്ല് അർ റഹീം, ഏറ്റവും കരുണയുള്ളവനായിട്ടിക്കര റബ്ബു. റബ്ബുടെ കരുണ, അവന്റെ കാരുണ്യ അത് അതിരകാണ വലിയ കാരുണ്യായിട്ടിക്കര് ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ മുന്നോട്ട് പഠിപ്പാടിച്ചു. ഈ അസീസുള്ള ഈ ഒരു പദത്തിക്ക് വലിയൊരു പവറായിട്ടിക്കര് ഇമാമി ഞങ്ങൾ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ അസീസ് 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 യാ അസീസ് യാ അസീസ് യാ അസീസ് ചൊന്നിട്ടു പുറത്തെ ചൊന്നുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനക്ക് മനസ്സിന് സമാധാനം കൊടുക്കുക, അതേപോലെ ഇസ്സത്ത് കൊടുക്കുക ചൊന്നിട്ടായിട്ടിക്കര് ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇമാമിങ്ങ ചൊല്ലാറ്. എന്നിട്ട് മാത്രമല്ല പിന്നെയും ചൊല്ലാറ് ഫമൻ ദക്കറഹു 40 യൗമ ഫീ കുല്ലി യൗമിൻ 40 മറ അആനഹു അല്ലാഹു വഅസ്സഹു ഫലം യുഹ്വിജുഹു ഇലാ അഹദിൻ മിൻ ഖൽഖിഹി. ഒരാള് നാപ്പപ്പെട്ട പ്രതിനാളും 44 യാ അസീസ് യാ അസീസ് യാ അസീസ് ചൊന്നുണ്ടായെങ്കിൽ പ്രതിനാളും 40 എത്ര നാൾ ചൊല്ലണു? 40 ചൊന്നുണ്ടായെങ്കിൽ അള്ളാഹു അവർക്ക് വലിയ ഇസ്സത്ത് കൊടുക്കുക, അവന്റെ കഷ്ടത്തിന് പരിഹാരം കൊടുക്കുക. ഒരാളെ മുന്നോറും കൈനീട്ടേ ഒരു പരിസ്ഥിതി അള്ളാഹു അവന് കൊടുക്കല ചെന്നിട്ടായിട്ടിക്കര് ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് മുഫസ്സിരിങ്ങൾ ചൊല്ലാറ്. അത്രയും വലിയൊരു പവറുള്ള ഒരു വിഷയമായിട്ടിക്കര് അസീസുള്ള പടസുറപ്പുടെ പേര് അസീസ്. മാത്രല്ല ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു ചൊല്ലു ഒരാള് 7 നാൾ കണ്ടിന്യൂ ആയിട്ട്
7 നാൾ കണ്ടിന്യൂ ആയിട്ട് യാ അസീസ് യാ അസീസ് ചൊന്ന പ്രതി നാളും 1000 വട്ടം ചൊല്ലണം. അങ്ങനെ പ്രതി നാളും 1000 വട്ട 7 നാള് ഈ യാ അസീസ് ചൊന്നുണ്ടെങ്കിൽ അഹലക്കല്ലാഹു ഖസ്മഹു, അല്ലാഹു തആല ഓന്റെ ശത്രു എത്ര വലിയ റൗഡിയായെങ്കിലും സമ അല്ലാഹു ഓന്റെ ഹലാക്കാക്കു ചൊന്നിട്ടായിട്ടിക്കര്. മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു ചൊന്ന സംഭവ ഇമാം ഇസ്മായിൽ ഹക്കി അതിലെ റൂഹുൽ ബയാൻ ചൊല്ലി ഗ്രന്ഥത്തില് ഈ വിഷയം പഠിപ്പിക്കരുത്. എത്ര വലിയ ശത്രു ആയെങ്കിലും സമ ആ ശത്രു ഓണ്ടെന്തായി പോകും, ഓണ്ട മുതൽ സോത്തു പോകും ചൊന്നിട്ടായിട്ടിക്കര്. മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു ചൊല്ലു. അപ്പൊ ഡെയിലി 1000 വട്ടം ചൊല്ലണു, 7 നാൾ ചൊല്ലണു ചൊന്നിട്ടായിട്ടിക്കര്. മഹാനായ സുഹ്റവർദി ഇമാം ചൊല്ലു. ഏതോ ആവട്ടെ, തൻസീൽ അൽ അസീസിർ റഹീം, ഈ ഖുർആൻ കടത്തിയത് അസീസും റഹീമുമായ അള്ളാഹുവായിട്ടിക്കര്. ഈ പരിശുദ്ധമായ ഖുർആൻ കടത്തിയത്. എന്നിട്ട് അള്ളാഹു ചൊല്ലേ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ആയത്ത് നമ്പർ 6 ആയിട്ടിക്കര്. ഏത് ഖുർആന്റെ ഏതൊരു ആയത്തെടുത്ത് നോക്കേണ്ടെങ്കിലും പരസ്പര കണക്ഷൻ ഇല്ലാണ്ടില്ല. അപ്പറപ്പറ ആയത്ത് നോക്കുമ്പോത്തുക മൂന്നത്തെ ആയത്തെട്ടിക്ക് പിറവത്തെ ആയത്ത് കണക്ഷൻ ആയിട്ടിക്കര്. ഈ ട്രെയിനിന്റെ ബോഗിയുണ്ട്, ആ ബോഗി പോലത്തെ വിഷയമായിട്ടിക്കര്. ഏത് ഖുർആന്റെ ആയത്തെടുത്ത് നോക്കേണ്ടെങ്കിലും അതിന്റെ ബാക്കിലുള്ളത് മുന്നത്തേക്ക് ഒരു കണക്ഷൻ ഇല്ലാണ്ടിക്കില്ല. ഏതിനെ പിടിച്ചിട്ട് സൂറത്തുൽ ബഖറത്തെ പിടിച്ചിട്ട് സൂറത്തുൽ നാസ് തോൽ എടുത്തിട്ടുണ്ടെങ്കിലും, സൂറത്തുൽ ബഖറത്തെ പിടിച്ചിട്ട് സൂറത്തുൽ നാസ് ലാസ്റ്റ് തോൽ എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം പരസ്പര ടച്ചിങ് പുല്ല ആയത്തിനായിട്ടിക്കര്. എല്ലാം പരസ്പരം ടച്ച് ആയിട്ടായിട്ടിക്കര് ഇങ്ങനെ വേണ്ടത്. അതായിട്ടിക്കര് ഖുർആന്റെ ഒരു പ്രത്യേകത. അങ്ങനെ അള്ളാഹു ചൊല്ലുകയാണ് ലിതുൻദിറ ഖൗമൻ, നബിയെ ഈ ഖുർആന്റെ നാണ് കടത്തിനെതിരേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ലിതുൻദിറ ഖൗമൻ, ഒരു സമുദായത്തെ എച്ചരിക്കാക്കണോ ബെനേറ്റ്, ഒരു സമുദായത്തിന് നബിയെ നിങ്ങ എച്ചരിക്ക കൊടുക്കണോ ബെനേറ്റായിട്ടിരിക്കും. എങ്ങനത്തെ സമുദായ? മാ ഉൻദിറ ആബാഉഹും, അങ്ങനെ അപ്പന്മാർക്ക് ഒരു എച്ചരിക്കയും കൊടുക്കപ്പെട്ടിട്ടില്ല, ഒരു എച്ചരിക്കയും കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു സമുദായത്തിന് നബിയെ നിങ്ങ എച്ചരിക്ക കൊടുക്കണം വേണ്ടിയിട്ട് ഈ ഖുർആന്റെ നിങ്ങൾ കടത്തിയ ഫഹും ഗാഫിലൂൻ. അങ്ങനെ ആ സമുദായത്തെ ആൾമാർക്ക് എച്ചരിക്ക കൊടുക്കുന്ന ആൾമാർ ഇല്ലാത്ത കാരണത്തില് അങ്ങ് അശ്രദ്ധയായ ആൾമാരായി പോയാർ, അങ്ങ് ഒരു സംസ്കാരം ഇല്ലാത്ത ആൾമാരായിട്ട് അങ്ങ് പോയാറ് ചൊന്നിട്ടായിട്ടിക്കര് ഖുർആൻ ഞങ്ങൾ മുതൽ പഠിപ്പാട്ടിയ. ഇങ്ങനെ ചൊല്ല കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനനത്തിക്ക് മുന്നോല് വന്നൊരു നബിയായിട്ടിക്കര് ആറ് കൊണ്ടുണ്ടാ, ആറ് ഈസാ നബി അലൈഹി ഇസ്ലാമായിട്ടിക്കര്. ഈസാ നബി അലൈഹി ഇസ്ലാമുടെയും ഞങ്ങളെ നബിയുടെ ഇടയ്ക്ക് 500 വർഷ ഗ്യാപ്പുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമുടെ 33 വർഷാമ്പത്ത് കഴിട്ടിക്കര് ഈസാ നബി അലൈഹി ഇസ്ലാമുടെ അള്ളാഹുടെ സ്ഥാനത്ത് വിളിപാട്ടിയ, അള്ളാഹുടെ മുട്ട അള്ളാഹു വിളിപാട്ടിയ. അതിൽ പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമുടെ അള്ളാഹു താല വിളിപാട്ടിയിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനാമ്പത്തുകു സരിസുമാറു 500 വർഷമായിട്ടിക്കര്, 5 ശതമാനമായിട്ടിക്കര് കഴിഞ്ഞു പോയത്. ഈ 5 ശതമാനത്തില് ഒരു നബിമാറും വന്നിട്ടില്ലപ്പ, ഒരു നബിമാറും ആ ടൈമിൽ ഇല്ലാന്ന്. പത്രത്ര കാല ചെന്നിട്ടായിട്ടിക്കര് ചൊല്ലേ, പത്രത്ര കാല ചെന്നെങ്കിൽ ഒരു നബിമാറും ഇല്ലാത്ത കാലായിട്ടിക്കര്. അണ്ടത്തെ കാലത്തില എന്തിനങ്ങാക്കിയാറ് അതായിട്ടിക്കര് ദീനെ ചൊല്ലത്, ആ ടൈപ്പിലായിട്ടിക്കര്. ഉദാഹരണക്ക് ഇപ്പൊ ഉടമേ ഞങ്ങളുമേ റായത്തിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു വർഷത്തോർക്ക് ഒരു ആള് ഇല്ലാണ്ടെങ്കിൽ ഞങ്ങളെ അവസ്ഥ എവിടെ എത്തിട്ടിരിക്കും. ഇന്നിട്ടേ ഞങ്ങളെ അവസ്ഥ ഇങ്ങനെ ആയിട്ടിക്കര്. ഇനി ഒരു തിങ്കൾക്ക് ഒരു ആള് ഇന്നിട്ടേ ഞങ്ങളെ അവസ്ഥ ഇങ്ങനെ അല്ല. ഡെയിലി ക്ലാസ് നിന്നിട്ട് പോലും ഞങ്ങളെ അവസ്ഥ എങ്ങനെ ഉണ്ടായെങ്കിൽ ഒരു വിഷയം നിങ്ങൾ അർത്ഥാക്കും. ഈസാ നബി അലൈഹി ഇസ്ലാമുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയ്ക്ക് 500 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനിടയ്ക്ക് ആറും ഉപദേശാക്കണങ്ങൾ ഇല്ല. ആ ടൈമിലും ഒരു നബിമാറും വന്നിട്ടില്ല, ഒരു നബിമാറും ഇല്ല. എന്നിട്ടാ ഒരു നബിമാറും ഇല്ലാണ്ടിക്കര് ഈ സന്ദർഭത്തില് ഇങ്ങക്ക് സംസ്കാര ചൊല്ലതില്ല, വ്യഭിചാര ചൊല്ലത്. ഒരു മനുഷ്യന്മാര് ഈ ചായ കുടിച്ചപ്പോഴത്തെ വിഷയമായിട്ടിക്കര്, ചില ആൾമാർക്ക് 10 ചായ കുടിച്ചെങ്കും മയ്യാവില്ല, അതുപോലത്തെ വിഷയമായിട്ടിക്കര്. വ്യഭിചാര ചൊല്ലത് അങ്ങനെ ഒരു കണക്കേ അല്ല. അതേപോലെ നാഗരികത്തെ ചൊല്ലത്, മാനവീയത്തെ ചൊല്ലത് അന്നത്തെ കാലത്ത് ആൾമാരിൽ ഇല്ല. കാരണം എന്ത് ചൊന്നിട്ടുണ്ടെങ്കിലും ഏത് നല്ലത് ഏത് ബെടക്ക് ചൊന്നിട്ടു ചൊന്നു കൊടുക്കുറേ ഒരു ആല ഇല്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ട് അങ്ങനെ അവസ്ഥ. അതേ സന്ദർഭത്തില ആ അറബിയുടെ ആൾമാർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നത്, അതേപോലെ മൂസാ നബി അലൈഹി ഇസ്ലാം വന്ന്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വന്നത്, മൂസാ നബി അലൈഹി ഇസ്ലാം വന്നത് ബന്നര് എങ്ങനെ ബന്നര് കുറെ വർഷത്തിന് മുന്നായിട്ടേക്ക് വന്നര്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനത്തിക്ക് റീസെന്റിലായിട്ട് മുട്ടത്തിലായിട്ട് ഒരു നബിമാറും വന്നിട്ടില്ല. അതായിട്ട് ഖുർആൻ ചൊന്നേ ലിതുൻദിറ ഖൗമൻ, നബിയെ നിങ്ങൾ ഒരു സമുദായത്തിക്ക് എച്ചരിക്ക കൊടുക്കണതിനായിട്ട്
ನಾನು ಈ ಕುರ್ಆನ್ ಕಡ್ತಿಯ ಎಂದ್ರಿಗೆ ಎಚ್ಚರಿಕೆ ಕೊಡ್ಕರೆ അങ്ങക്ക് പടച്ചുറപ്പുണ്ടു ആ പടച്ചുറപ്പിടെ ആരാധന ആക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നരകൊണ്ടു ചെന്നിട്ടു എച്ചരിക്കை കൊടുക്കുന്ന വേണ്ടിയിട്ട് ഈ ഖുർആനെ ഞാൻ കടത്തിയ എങ്ങനത്തെ സമുദായ ചെന്നെങ്കിൽ മാ ഉന്ദിറ ആബാഉഹും അങ്ങനെ അപ്പമാർക്ക് ഒരു എച്ചരിക്കை കൊടുക്കുന്ന ആൾമാരും ഇല്ല അപ്പമാർ ചെന്നില്ലെങ്കിൽ അച്ഛമാർ അച്ഛമാർ ഈ 500 വർഷാകുമ്പോ എത്ര പണ്ട് തലമാറ് പണ്ട് അപ്പൊ ഇങ്ങനെ ആർക്കും എച്ചരിക്കை കൊടുക്കുന്ന ആൾമാർ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു സമുദായത്തിന് എച്ചരിക്കை കൊടുക്കുന്ന വേണ്ടിയിട്ട് ഈ ഖുർആനെ കടത്തിയ ഫഹും ഗാഫിലൂൻ ഇങ്ങനെ എച്ചരിക്കை കൊടുക്കുന്ന ആൾമാർ ഇല്ലാത്ത കാരണത്തില് അങ്ങാം സംസ്കാരം ഇല്ലാത്ത ആൾമാരായി പോയാറ് ചെന്നിട്ടായിട്ട് പടച്ചുറപ്പ് ചൊല്ലെ ഇൻഷാ അല്ലാഹ് ഗാഫിലൂൻ ചെന്നിട്ടുണ്ടെങ്കിൽ സംസ്കാരം ഇല്ലാത്ത ആൾമാർ അശ്രദ്ധയായ ആൾമാർ ഈ അശ്രദ്ധ ചൊല്ലത് ഇങ്ങനെ മാത്രം കുറിച്ച് ചൊല്ലല്ല ഞങ്ങളിലും കുറെ അശ്രദ്ധയുള്ള ആൾമാരുള്ളാർ ശ്രദ്ധ ഇല്ലാത്ത ആൾമാർ പിന്നെ ഒരു എല്ലാ വിഷയം നെഗ്ലക്ട് ആക്കുന്ന ആൾമാരുള്ളാർ ഇൻഷാ അല്ലാഹ് അത് ഏതെല്ലാം ആൾമാർ ചൊന്നിട്ടു ഏതെല്ലാം വിഷയത്തില് ശ്രദ്ധ വേണു ചൊല്ലതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിപാട്ട് ഇൻഷാ അല്ലാഹ് അതിനെ നാളെ ചൊല്ലാം അള്ളാഹുടെ പരിശുദ്ധമായ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.